ഇന്നലെ ആദിലയും നൂറയും ശരിക്കും പറഞ്ഞാൽ ജിസേല്, അതുപോലെ റെന, ജിസേല്, ആര്യൻ ഇവർക്കെതിരെയൊക്കെ ഭയങ്കരമായിട്ടുള്ള കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പുതപ്പ് മൂടി കിടന്നുള്ള മസാജിനെ കുറിച്ച്. അതായത് വന്ന സമയം തൊട്ട് തന്നെ അവിടെ മസാജിങ് നടക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ്. ആര്യൻ ജിസേലിന് റെനയും ഒക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ എപ്പോഴും നമ്മൾ ലൈവിലൊക്കെ കാണാറുണ്ട്. കാല് മസാജ് ചെയ്ത് കൊടുക്കുന്നു, ഷോൾഡർ മസാജ് ചെയ്ത് കൊടുക്കുന്നു. ഇതിനിടയിൽ ഇന്നലെ നൂറയും ആദിലയും പറഞ്ഞത് പുതപ്പ് മൂടിക്കിടന്ന് വരെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാണ്. മസാജ് ഒരു കലയാണ്. ചിലരിവിടെ വന്നിരിക്കുന്നത് മസാജ് ചെയ്യാൻ വേണ്ടി മാത്രമാണെന്ന് തോന്നുന്നു. പുതപ്പ് മൂടി കിടന്ന് മസാജ് സെന്ററാക്കി ഇതിനെ മാറ്റിയിരിക്കുകയാണ്. ഇത് ബിഗ് ബോസ് വീടല്ലെന്ന് തോന്നിപ്പോവുകയാണ്. അള്ളാ, എന്തൊക്കെ മസാജുകളാണ് ഇവിടെ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ശരിക്കും നൂറയും ആദിലയും ചേർന്നുകൊണ്ട് ഒരു ഒരു പുതിയ ഒരു ഭയം, ഒരു ഭീതി നമ്മുടെ രണയുടെയും അതുപോലെ ആര്യന്റെയും ജിസേലിന്റെയും ഒക്കെ മനസ്സിൽ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഇവര് വളരെ കോമൺ ആയിട്ട് എന്നും മസാജിങ് സ്ഥിരം ലൈവ് കാണുന്നവർക്കറിയാം അവിടെ നടക്കുന്നതാണ്. ഇവൻ ഇന്നലെയൊക്കെ പുതപ്പ് മൂടി കിടന്നാണ് മസാജ് ചെയ്യുന്നത്. അത് വേറെ കാര്യം. നമ്മൾ ലൈവിൽ കാണുന്നതാണ്. ഭയങ്കര മസാജിങ്ങാ. അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് അവിടെ സ്ട്രോങ് ആയിട്ട് ഒരാള് ഈ ഒരു ടോപ്പിക് എടുത്തുകൊണ്ട് വരുന്നത് ഇന്നലെ പ്രത്യേകിച്ച് നൂറയും പിന്നീട് ആദിലയുമാണ്. ഇവരാണ് ഈ വിഷയം എടുത്ത് ഇന്നലെ ഇട്ടോ അലക്കിയത് കേട്ടോ. ഇതിൽ വരണ്ടിരിക്കുകയാണ് ജിസേലും നമ്മുടെ റെനയും ഒക്കെ. അതാണ് നമുക്ക് ലൈവിലും കാണാൻ പറ്റുന്നത്. ഇന്നലത്തോടു കൂടി ഫ്യൂസ് ഊരിയിരിക്കുകയാണ് എല്ലാവരുടെയും. ഒരു എനർജി ഒന്നും എവിടെയും കാണുന്നില്ല. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.